കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദത്തിൽ നമ്മുടെ രാധികയ്ക്ക് നേരെ ഭദ്രനും ഭീഷണിയായിട്ട് എത്തുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ അനാർക്കലിക്ക് പുറകെ ഭദ്രനും 10 കോടി വേണം, അനാർക്കലിക്ക് കൊടുത്താലില്ലെങ്കിലും എനിക്ക് എന്നെ ആദ്യം സെറ്റിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. വേണമെന്നുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രാധികാമ്മ നമ്മുടെ അനാർക്കലിയെ പറ്റി പറയുന്നതും നമ്മുടെ കണ്ണനെ ചതിച്ച കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഡിയോ നമ്മുടെ ഭദ്രൻ നമ്മുടെ രാധികാമ്മ അറിയാതെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഭീഷണിയായിട്ട് നമ്മുടെ ഭദ്രൻ 10 കോടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അപർണയ്യ നമ്മുടെ കിഷോറിന്റെ കയ്യിൽ നിന്നും തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്വത്തുക്കളൊക്കെ വീണ്ടും കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിലാട്ടോ. അപ്പൊ നമ്മുടെ ഗീതുവിന്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, ഇങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വില കളയല്ലേടോ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം അവസാനം നമ്മുടെ രേഖയുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കാനാട്ടോ നമ്മുടെ രാധികാമ്മയുടെ ആ ഒരു ശ്രമം. ആ പ്രോപ്പർട്ടി വിറ്റ് പൈസ നമ്മുടെ നാർക്കടിക്കും ഭദ്രനും കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ രാധികാമ്മ മൊത്തം കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രമാണമൊക്കെ നമ്മുടെ വരുണും രാധികാമ്മയും കൂടിയൊക്കെ ഒപ്പിക്കാൻ ശ്രമിക്കുന്നതും ലാസ്റ്റ് നമ്മുടെ വരുൺ പറയുന്നുണ്ട്, ഇത് നമ്മുടെ കണ്ണേട്ടൻ രേഖയുടെ പേരിൽ എഴുതി കൊടുത്ത ഒരു വസ്തുവാണ്, അതും അവർ അറിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നൊരു രംഗങ്ങളാട്ടോ നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ രാധികാമ്മയുടെ ഈ ഒരു വസ്തു വിൽപ്പന അല്ലെങ്കിൽ ഈ ഒരു ചതി നമ്മുടെ കണ്ണൻ എപ്പോൾ തിരിച്ചറിയും? അല്ലെ പ്രേക്ഷകരെ, കുറെ നാളെ ഇപ്പറയും എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്? അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.